ഹലോ ഹലോ ഇന്ന് സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ തിരക്കിട്ട് ഓടി പോകുന്നത് എമ്പുരാൻ കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ വാട്സാപ്പിലുള്ള റെഡുറ്റ മോളിൽ മൾട്ടിക്കിനോ തിയേറ്ററിൽ വെച്ചാണ് ഷോ. ഫ്രൈഡേ ഈവനിങ് ഷോയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും എത്തി. അത് കഴിഞ്ഞ് 2 ഫ്രണ്ട്സിനും കൂടെ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് വലിയ തിരക്കൊന്നും കണ്ടില്ല. അപ്പോൾ വിചാരിച്ചു തിയേറ്ററിൽ ആൾ കാണത്തില്ല എന്ന്. ബട്ട് അകത്ത് കയറിയപ്പോൾ മനസ്സിലായി തിയേറ്റർ ഫുള്ളായിരുന്നു എന്ന്. പിന്നെ ഇങ്ങനെ തിയേറ്ററിലൊക്കെ വരുവാണ് ഒരുപാട് മലയാളികളെ കാണുന്നതും കുറേ മാസങ്ങൾക്കൊക്കെ ശേഷം കാണുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരു ഹായ് ഹലോ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി. ഓൾറെഡി അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്സ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 3 AM ഷോ നടന്നു ഒരു മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇൻ്റർവെല്ലിന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒരു പോപ്കോൺ ഒക്കെ മേടിച്ച് കഴിഞ്ഞതാ ഷോ കഴിഞ്ഞു. അതിൻ്റെ റിയാക്ഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയുണ്ടായിരുന്നു മൂവി എന്നുള്ളത്. അപ്പോൾ തിയേറ്ററിൻ്റെ തിരക്ക് കണ്ടില്ലേ. ഇനി നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. ഗൈസ് അമ്മോ എങ്ങനെയുണ്ടായിരുന്നു മൂവി? കൊള്ളായിരുന്നു. നല്ല മേക്കിംഗ് ആയിരുന്നു. നൈസായിരുന്നു. നൈസ് പടമായിരുന്നു. അടിപൊളി നല്ല പടമായിരുന്നു. ഐ റിയലി എൻജോയ് ദ മൂവി. കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു നല്ലൊരു പറയുമായിരുന്നു. ബട്ട് ഞാൻ ഇങ്ങനെ റിവ്യൂസും ട്രെയിലറൊന്നും കാണാത്തതുകൊണ്ട് ഐ റിയലി ലൈക്ക് ദ മൂവി. വാട്ട് യു ഡിഡ്ന്റ് ലൈക്ക്? There were some elements in the end which I didn't feel like it was worth enough to watch it. ഓക്കെ ദിവ. എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഓവറോൾ മൂവി അല്ല, പക്ഷെ ഈ മൂവി മലയാളം ഇൻഡസ്ട്രിക്ക് ലൈക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി ഐ ഫെൽറ്റ് ഇറ്റ്. മേ ബി ചില പോർഷനുകൾ അപ്രതമാക്കായിട്ടില്ല, പക്ഷെ ഒരുപാട് പോർഷൻസ് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ ഐ ആം റിയലി ഹാപ്പി വിത്ത് ദ മൂവി. സൂപ്പർ പടം. പക്ഷെ അവസാനത്തെ ഒരു ഫൈറ്റ് ബാക്കി എല്ലാം ഓക്കെ എനിക്ക്. ഷോ ഒക്കെ കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ചിരുന്ന ഒരു നേരമായി. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് ഹെഡ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ.